ഹലോ നമസ്കാരം, ഞാൻ ശാന്തകുമാരി, കുവൈറ്റ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ് കരമന എന്ന് പറയുന്ന സ്ഥലത്ത് 3-4 ആൺപിള്ളേരും കൂടിയിട്ട് ഒരു ചെക്കനെ തല്ലിക്കൊന്നു എന്നല്ലേ പറയുന്നത് കേട്ടത്. തല്ലിക്കൊന്നു എന്നാണ് കേട്ടത് ന്യൂസിൽ. ഓക്കെ, ഞാനതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടത് നമ്മുടെ 24 ഹാഷിം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം, ഇതിൻ്റെ അപ്പുറം ചെയ്ത കൊലപാതകികളെ മൊത്തം നമ്മുടെ നീതിപ്പണവും കൊടുത്തിട്ട് ജയിലുകളിൽ കൊണ്ടിട്ടിട്ടുണ്ട്, നമ്മുടെ പൈസയും തിന്നാൻ കൊടുത്തിട്ട്. അല്ലാണ്ടിപ്പോൾ ഇവരിപ്പോൾ ഇത്രയും വലിയ ഇതിൽ ഇനിയിപ്പോൾ വാർത്തയിൽ കുറേ ഇതൊക്കെ ഇങ്ങനെ ചൂടായിട്ട് പറയും, പിന്നെ ഇങ്ങനെ പറയും. ഇതിൽ നഷ്ടപ്പെട്ടത് ആ ചെക്കൻ്റെ അമ്മയ്ക്കും അച്ഛനും കൂടപ്പിറപ്പുകൾക്കും മാത്രമാണ്. ബാക്കി ഇതിലാർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. 1. 2, ഈ പോലീസുകാർ ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്നറിയോ, ഈ തല്ലിക്കൊന്ന അവന്മാരുണ്ടല്ലോ, കുറേ പോലീസുകാരന്മാരിങ്ങനെ വേലി പോലെ അവർക്ക് ചുറ്റും സുരക്ഷിതമായിട്ട് കൊണ്ടുവരും. സുരക്ഷിതമായിട്ട് കോർട്ടിലേക്ക് കൊണ്ടുപോകും, സുരക്ഷിതമായിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ കേരളത്തിലും എല്ലാവിടെയും നടന്നു വരുന്നത്. അത് കഴിയുമ്പോഴോ, ഇത് കഴിഞ്ഞ് എല്ലാം വന്ന് വരുമ്പോഴത്തേനും അവർ ഏതെങ്കിലും പാർട്ടിയിലത്തെ ആൾക്കാരായിരിക്കും. അപ്പോൾ എന്തു ചെയ്യും, പാർട്ടിക്കാർ അവർക്ക് ഒത്താശ ചെയ്യും. ഇതാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം അക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, പേടിയില്ല, നിയമത്തിന് പേടിയില്ല, പോലീസിന് പേടിയില്ല, ജനങ്ങളിന് പിന്നെ പേടിയില്ലല്ലോ. നമ്മുടെ നിയമത്തിനെയും പോലീസ് വകുപ്പുകളിനെയും പോലീസിനെയും നിയമത്തിനെയും പേടിയില്ലാത്തത് കൊണ്ടല്ലേ ഇന്നിങ്ങനെയൊക്കെ നടക്കുന്നത്. കള്ളു കുടിച്ചിട്ടും കഞ്ചാവ് വലിച്ചിട്ടും ഈ ലോകത്തിലെ ഏതെല്ലാം ലഹരി പദാർത്ഥങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് തലയ്ക്ക് വെളിവില്ലാണ്ട് അവന്മാർ ഓരോന്ന് ചെയ്തു കൂട്ടിയെന്ന് ഇനി ഇവർ പറയും. ഇല്ലെങ്കിൽ എന്ത് പറയും, അവർക്ക് മാനസികമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത്. എന്ത് മുൻവൈരാഗ്യമാണെങ്കിലും ഒരാൺകുട്ടിനെ 4-5 പേര് വന്ന് മനുഷ്യരിൻ്റെ പട്ടികളെ തല്ലും പോലെ. ഇന്ന് പട്ടികൾക്ക് സുഖമുള്ള കാലമാണ്, മനുഷ്യരെക്കാണ് ഇന്ന് പട്ടികളെക്കാളും വിലയില്ലാത്തത്. അങ്ങനെ ചെയ്ത ഈ വ്യക്തികളിനെ ഇനി പോലീസുകാർ പാതുകാപ്പോട് കൂടിയിട്ട് അവരിൻ്റെ തലയിൽ ഹെൽമെറ്റ് വെച്ച് കൊടുത്ത് അവരിൻ്റെ മുഖം ആരും കാണണ്ട എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അവരിനെ കൊണ്ടുവരുമല്ലോ ജയിലിലേക്കൊക്കെ. എന്തിനാണ് പോലീസുകാരെ, നിങ്ങൾക്ക് ആർക്കും മനസാക്ഷിയൊന്നുമില്ലേ ഈ ലോകത്തിൽ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ എണ്ണത്തിന് ജയിലിൽ കൊണ്ടുപോയിട്ട് പിന്നെ നികുതിപ്പണവും ജനങ്ങളിൻ്റെ നികുതിപ്പണം തട്ടിപ്പിടുങ്ങി അതിനെയും വാങ്ങിയിട്ട് അവരിനെ തീറ്റിപ്പോയിട്ട് അവിടെ വളർത്തിയിട്ടുണ്ടല്ലോ. കോടതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, കോടതിയിൽ തൂക്കി കൊല്ലാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ കേസ് വിചാരണ ചെയ്ത് കേസാക്കി ആ നിയമം നടപ്പിലാക്കണ ഇത് കൊണ്ടുവരണം. അല്ലാതെ വെറുതെ വായു കൊണ്ട് ജഡ്ജി അവിടെ ഇരുന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതിയിട്ട് ഇവരിനെ തൂക്കി കൊല്ലാൻ വിധിച്ചു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതുമാതിരി അക്രമങ്ങൾ ചെയ്യുന്ന ആൾക്കാരിനെയും അതുപോലെ കുറേ കുഞ്ഞുങ്ങളിനെ ആക്രമിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയവരിനെയും കല്ല് കെട്ടി ചാക്കിൽ കെട്ടി കൊണ്ടുപോയിട്ട് ഒളിച്ചു വെച്ചവരിനെയും ട്രെയിനിൽ തള്ളിയിട്ട ജിഷ പറയുന്ന ആ പെൺകുട്ടിൻ്റെയും ഒരുപാട് കൊലപാതകികളെ ഈ ഗവൺമെൻറ് തീറ്റിപ്പോറ്റി ഇന്ന് ജയിലുകളിൽ ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അവരിനെ അവിടെ ഇട്ടിരിക്കുന്നത്? ഈ പാവപ്പെട്ട് ഞങ്ങളെപ്പോലെയുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും കൊണ്ട് അതിൻ്റെ നികുതി പണവും കൊണ്ട് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ കോർട്ടിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? അപ്പോൾ ഈ കോടതി എന്ന് പറയുന്നതും ഈ നിയമത്തിലെ പോലീസുകാരെന്നും പറയുന്നതും ഈ ആഭ്യന്തരം വകുപ്പ് ചെയ്യുന്ന മന്ത്രിയുമൊക്കെ എന്തിനാണ് നിങ്ങളൊക്കെ ഭരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഭരിക്കാൻ കഴിവില്ലെങ്കിൽ ഭരിക്കാൻ കഴിവുള്ള ആൾക്കാരിൻ്റെ കയ്യിൽ കൊടുക്കും, കേരളത്തിനെയും ഇന്ത്യനെയൊക്കെ. എന്തിനാ ഈ പാവപ്പെട്ട ജനങ്ങളിനെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും അതിൻ്റെ ഇടയിലാണ് ഈ കള്ളും കഞ്ചാവും ചാണിന് ബാറുകളും ചാണിന് ഷോപ്പുകളും ബീവറേജുകളും വെച്ചുണ്ടാക്കി നാടിനെ നശിപ്പിച്ച് കുട്ടിച്ചോരാക്കിയിരിക്കുന്ന ഭരണക്കാരെ. നിങ്ങൾക്കും ഇല്ലേ മക്കളും കുടുംബങ്ങളും? ഇതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആർക്കാണെന്നറിയോ? ആ കുട്ടിൻ്റെ അച്ഛനും അമ്മയ്ക്കും. അല്ലാതെ ഇതാർക്കും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. ഇനി ഇവരെന്താ ചെയ്യാൻ പോണ്? പോലീസുകാർ അവരിനെ പാതുകാപ്പായിട്ട് കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ഒരു ഡോക്ടറിനെ കൊന്നില്ലേ അന്ന് ഒരുത്തൻ ചെക്കപ്പിന് കൊണ്ടുവന്നിട്ട്, അവനെന്ത് കൊടുത്ത്?
ആ പെൺകുട്ടി പോയി, ഒരു വർഷമായി. എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചെയ്യുന്നവന്മാരുടെ ഒരു മയിര് പോലും പിടുങ്ങാൻ നിയമത്തിന് കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു നിയമം ഇന്ത്യയിലും കേരളത്തിലും വെച്ചിട്ട് ഇരിക്കുന്നത്? ഇല്ലെങ്കിൽ അത് ഭരിക്കുന്ന ആൾക്കാർ എന്ത് മയിരിനിരിക്കുന്നത്? നിങ്ങൾക്ക് ആ നിയമം നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഗവൺമെൻറ്റുകളിനെ കൊണ്ടുവരി ഓരോ ഭാഗത്തും. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ആ നിയമം നിങ്ങൾ നടപ്പിലാക്കി. എല്ലാത്തോടത്തോളം കാലം ഇത് തന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലും ഓരോ ഭാഗത്തും, തമിഴ്നാട്ടിലും ഇന്ത്യയിലും കർണാടകയിലും എല്ലാവിടെയും നടക്കുന്നതൊക്കെ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും ഇനി നടക്കും. നായിനക്കായാലും പരമായിട്ട് മനുഷ്യരിനെ ഇന്ന് യാതൊരു വിലയും ഇല്ലാതെ ഉപേക്ഷിക്കുന്നു, വഴിവെക്കൽ ഉപേക്ഷിക്കുന്നു, അമ്പലങ്ങളുടെ ഉമ്മർത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നു, അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത് തെറ്റ് ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ നിയമത്തിനെ ആർക്കും പേടിയില്ലാതെ ഇന്നത് ചെയ്താൽ ഇത്ര വർഷം അവർ കിടക്കും, ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ല വേണ്ടത്. ഓരോ മക്കളും ഓരോ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെടുമ്പോൾ വരുന്ന വേദന അവരുടെ അച്ഛനും അമ്മയും അനുഭവിക്കണം. അതാണ് വേണ്ടത്. അതിനുള്ള നിയമമാണ് കൊണ്ടുവരേണ്ടത്. അതിനുള്ള നിയമമാണ് പോലീസുകാർ ചെയ്യേണ്ടത്. ഓരോ കുട്ടികളിനെയും ഇല്ലെങ്കിൽ ഓരോ അച്ഛനമ്മമാരെയും ഓരോരുത്തരെയും ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് കൂടുതൽ കൊലപാതകങ്ങളും പീഡനങ്ങളും പിന്നെ മോഷ്ടിക്കലും എല്ലാം നടക്കുന്നത്. എന്നിട്ട് ആ മോഷ്ടിക്കുന്നവരോ ഇല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നവരോ പീഡിപ്പിക്കുന്നവരെയോ കൊണ്ടുവരുമ്പോൾ പോലീസുകാർ അവരിനെ പാതുകാപ്പായിട്ട് കൊണ്ടുവരുന്നത് എന്തിനാണ്? നിങ്ങളൊക്കെ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇല്ലെങ്കിൽ എന്തിന് മന്ത്രിസ്ഥാനത്തിലിരിക്കുന്നു? നിയമം നടപ്പിലാക്കേണ്ട മന്ത്രി എന്തിനിരിക്കുന്നു? കഴിവില്ലെങ്കിൽ കഴിവ് കെട്ടിട്ട് ഇരിക്കരുത് ആ കശാരിയിൽ. കഴിവുള്ള ആൾക്കാർക്കും ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ നിയമം പൊളിച്ചെഴുതി ജനങ്ങൾക്ക് പേടി വേണം, പേടി. ഇന്ന് സമൂഹത്തിൽ എന്തിന് പേടിയുണ്ട്? ആർക്കെങ്കിലും പേടിയുണ്ടോ? എന്ത് നടക്കുന്നു എന്ന് വല്ല ബോധമുണ്ടോ കേരളത്തിലെ ആൾക്കാർക്കും ഇന്ത്യയിലെ ആൾക്കാർക്കും? എന്താ നടക്കണമെന്ന്? ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് നിസാരം, ഒരു പുഴുവിൻ്റെ പോലും വിലയില്ല ഇന്നൊരു മനുഷ്യൻ്റെ ജീവന് എന്നുള്ളതാണ്. കോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ, ജനങ്ങൾക്ക് വേണ്ടി. നിങ്ങളൊന്നും ഇപ്പോൾ ഭരിക്കുന്ന ഒരു മൈരുകളും ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നു? എല്ലാവരും പറയുന്നു ഒന്ന് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ 80 എത്രയോ പിന്നെ 80 ലക്ഷം ആൾക്കാർ ഇന്ന് പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. നാട്ടുകാരൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തിരി വിവരമില്ലാത്ത ആൾക്കാർക്ക് പണ്ട് കേരളം ഭരിക്കുമ്പോൾ കിറ്റ് കൊടുത്തിട്ട് വോട്ട് വാങ്ങിയ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളൊക്കെ ഇന്ന് എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഒരു മകൻ നഷ്ടപ്പെട്ടാൽ ഒരു അച്ഛനോ അമ്മയ്ക്ക് എന്ത് വേദനയുണ്ടോ ആ വേദന ചെയ്തവൻ്റെ വീട്ടുകാരും കൂടി അനുഭവിക്കണം. അങ്ങനെയുള്ള നിയമമായിരിക്കണം കൊണ്ടുവരേണ്ടത്. മനസ്സിലാവുണ്ടോ നിങ്ങൾ? അല്ലാതെ വെറുതെ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരു വിഷമം തോന്നി. ഒരു റോട്ടിൽ ഒരുത്തനെ പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊല്ലുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ആ വീഡിയോയിൽ കാണുമ്പോഴും ഒരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പം നിയമവ്യവസ്ഥ പൊളിച്ചെഴുതാത്തോടത്തോളം കാലം ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും നടക്കും. ഇതിനൊന്നും നടത്താൻ കഴിവില്ലാത്ത മന്ത്രിമാരെ നിങ്ങളൊക്കെ രാജിവെച്ച് കസേര ഒഴിച്ചിട്ടിട്ട് പോവുകയും വല്ല കഴിവുള്ളവരും വന്ന് ഭരിക്കട്ടെ. ഓക്കെ, ബൈ.